സൗണ്ട് വരില്ലല്ലോ അല്ലേ? സൗണ്ട് വരില്ല. ഇല്ല, സൗണ്ട് വരില്ല. സൗണ്ട് വരില്ലല്ലേ. പൈസ എടുത്ത് വാങ്ങിച്ചാണേ. പിന്നെ പറഞ്ഞോളേ, യാത്രയെ കുറിച്ച് തുടങ്ങിക്കോളേ. അശർക്ക തുടങ്ങിക്കോളൂ. ഒരു മുക്കെന്ന് നമ്മള് മാത്രം എടുക്കണം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു ടൂർ പോവുകയാണ്. എല്ലാവരും കൂടെ രാവിലെ 5 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. പൊള്ളാച്ചിയിൽ എത്തിക്കഴിഞ്ഞു. പൊള്ളാച്ചിയിൽ ഒരു ഭക്ഷണം കഴിച്ചു. എല്ലാവർക്കും റാഹത്തായ ഒരു യാത്രയാണ് ഇതുവരെ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇൻഷാ അല്ലാഹ് എല്ലാം ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഒപ്പീനിയൻ സിറാജിലേക്ക് കൈമാറുകയാണ്. എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും സലാം പറയുന്നു. ഹായ്. നിവർന്നിരിക്കല്ലേ, നിന്റെ കഴുത്തുള്ളിൽ പറ്റി മറ്റാള് മറ്റേ കൈനോട്ടക്കാരൻ പറയില്ല, ഏഷ്യാനെറ്റ് ന്യൂസിൽ അയാള് പറയുന്നത് ഇന്നത്തെ എന്താണ് അങ്ങനെ ജ്യോതിഷം നോക്കുന്നത്. ഇന്നത്തെ വാൽപ്പാറ ഒരു പ്രബോധനമുണ്ട്. ഇന്നത്തെ വാൽപ്പാറ ആതിരപ്പള്ളി വാഴച്ചാൽ ടൂറ് ആരംഭിച്ചു. അതോടുകൂടി സന്തോഷത്തോടുകൂടി ആരംഭിച്ചു. ആദവൻ ഹോട്ടലിലെ ഭക്ഷണമാണ് എടുത്തു പറയേണ്ട ഇന്നത്തെ ഒരു സന്തോഷ പ്രത്യേകത. അതില് അജിക്ക് പ്രത്യേക കപ്പില് കാപ്പി കിട്ടി എന്നതാണ് ഇന്നത്തെ സ്പെഷ്യല്. സ്വർണ്ണക്കപ്പില്. സിറാജിന് ഭക്ഷണത്തിന് പൈസ അധികമായി എന്നുള്ളൊരു ദുഃഖമുണ്ട്. പക്ഷെ അത് എനിക്കുണ്ട്. ആ ദുഃഖത്തില് എല്ലാവരും പങ്കുചേരുകയാണ്. നമ്മളോട് അവിടുത്തെ സപ്ലയർ വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ളതും ഒരു മോശമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. മോശമായിട്ടൊന്നല്ല, വളരെ മോശമായിട്ട്. അവനിക്ക് മലയാളികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന്റെ എല്ലാ പരിഹാരവും ഉച്ചക്ക് നമ്മള് ക്യാമറ നമ്മുടെ പിന്നെ ബ്ലോഗർക്ക് കൈമാറുകയാണ്. രാവിലത്തെ ഭക്ഷണത്തില് ഒരു സ്പെഷ്യൽ കോഫി കിട്ടിയത് നമ്മുടെ അജി സാറിനാണ്. ഒരു VIP ട്രീറ്റ് ആയിരുന്നു പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉഴുന്നുവട നന്നായിരുന്നു. ചായ കൂടി കണ്ടപ്പോ ചായ കുടിക്കാൻ വേണ്ടി പൊള്ളാച്ചിക്ക് വന്ന പോലെ തോന്നി. നന്നായിരുന്നു കേട്ടോ. നമ്മുടെ കേരളം വിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല സംഭവമായിരിക്കും. നല്ല ടേസ്റ്റ്. കോഫി കഴിക്കുന്ന തമിഴ്നാട് കുറച്ചാണെങ്കിലും ഉള്ളത് അടിപൊളിയായി. അപ്പൊ ഇനി നമ്മളിങ്ങനെ വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ തിരിച്ച് ആതിരപ്പള്ളി വരാന്നുള്ള പ്ലാനിലാണ്. അപ്പൊ സ്റ്റേറ്റ് ലെഫ്റ്റ് തെങ്ങുതോട്ടൊക്കെ ഉണ്ട്. തമിഴ്നാട് മറ്റേ ഇട്ടാണല്ലോ. അതുണ്ട്, ഓടുണ്ട്. ഗൂഗിൾ മാപ്പ് വേണ്ടല്ലേ ചേട്ടാ? ഓഫ് ആക്കട്ടെ? ഓഫ് ചെയ്തോളൂ. ഈ റൂട്ട് നേരെ നമ്മള് വാൽപ്പാറയ്ക്ക് തന്നെ. വെരി സിമ്പിൾ. മരങ്ങള് മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ. തമിഴ്നാട് മാത്രം ഇങ്ങനെ കാണാൻ കിട്ടുള്ളൂ കേട്ടോ. ഈ രണ്ട് സൈഡും മരത്തിനടക്കം പെയിന്റ് അടിച്ചു. നമ്മുടെ സർക്കാർ ഓഫീസിലടക്കം പെയിന്റ് അടിച്ചില്ല. അത് മറ്റേതില് വരണായിരുന്നു കേട്ടോ. അസ്രം ഈ വിറ്റേ മറ്റേ ഇതില് വരണായിരുന്നു. മലനിരകളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. പക്ഷെ ശരിക്കും റോഡും സൂപ്പർ. അടുത്ത റിവ്യൂലേ ആ ഡയലോഗ് അടിക്കണം കേട്ടാ. ഏ ഡയലോഗാ? സർക്കാർ ഓഫീസിൽ പെയിന്റ് അടിക്കാത്ത ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ വരുമ്പോ ഈ ഗുൽമോഹറാണോ ഉദ്ദേശിച്ചത്? ആ ഗുൽമോഹറാണോ? ഇങ്ങനെയല്ലേ? ഞങ്ങൾ ആരാട്ടാ? ഞാൻ ആരാട്ടാ? നീ വയ്ക്കോ? അല്ല അവന്റെ മറ്റവൻ ചോദിക്കുന്ന പോലെ അത് ടാക്സി അല്ലേ? എന്താ ആവാലോ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണം പോവാം. ഇവിടെ എന്താ എൻട്രി ഫീ ഉണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്? അതായത് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പ്രാഥമിക സൂചന തരുന്നു എന്ന് മാത്രം.
ശരി, അപ്പൊ നമ്മള് പാസ് എടുക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കൂ. ഫ്രണ്ട് കിട്ടോ, ഫ്രണ്ടിലിട്ടോ, ഏറ്റവും ഫ്രണ്ട് കൊണ്ട് കിട്ടോ. ഇവിടെ ഒരാളിനെ ഇറക്കി വിട്, ഇവനെ ഇറക്കി വിടുന്ന ഒരാളെ പോയി എടുത്തിട്ട് വാ. നോക്ക് വണ്ടി ഉണ്ടോ, പാസ് വേണം പറഞ്ഞു. വണ്ടി നമ്പറും പേരും പൈസ കൊടുക്കുന്നുണ്ടോ? വണ്ടി നമ്പർ കയ്യിലില്ല, കയ്യിൽ പൈസ എത്ര വേണം? ആളിയാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളാണ്. നമ്മള് വാൽപ്പാറ കയറുമ്പോ എത്ര എമൗണ്ട് മേടിക്കണേ ഫിറോ? വാൽപ്പാറയ്ക്ക് ഒരാൾക്ക് നമ്മൾ 30 രൂപ വെച്ചിട്ടാണ് ഫോർ ദ വെൽഫെയർ ഓഫ് ട്രൈബൽ പീപ്പിൾസിന്റെ കാറിന് കൂടി നമ്മൾ പൈസ വാങ്ങുന്നുണ്ട്. 50 രൂപയാണ് ഒരു കാറിന് വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വാൽപ്പാറ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് കൂടുതൽ, ഇനി അടുത്ത ആൾക്കൊന്ന് 30 രൂപ തുടങ്ങിയോ? എയർപിന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണോ? ഇനിയാണ് നമ്മള് കാണാൻ മുകളിലേക്ക് നമ്മള് ക്യാമറ വിട്ടിട്ട് എടുക്കണം. ഡ്രോൺ പുറത്തു ചാലക്കുടി 140. ഇത് അലിയാറ്, പേര് മാറ്റിയോ? മലയിൽ ഇറങ്ങുന്ന ചെടിയും ഒക്കെ അങ്ങനെ. അതാ റോഡ്, മുകളിലത്തെ റോഡ് കണ്ടില്ല പറയണ്ട, അത് കണ്ടോളി. അതാ 40 അതെ, കുറച്ചൊന്നല്ല, നല്ല തിമിരിന്ന് പറയുന്നുണ്ട് നമ്മള്. 10 കഴിഞ്ഞിട്ടും ചെവി അടച്ചിട്ടില്ല, അപ്പൊ ആ ഒരു വൈബ് കിട്ടിയിട്ടില്ല. ചെവി കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതെ, കേൾക്കുന്നുണ്ട് പ്രശ്നം. എനിക്ക് കേൾക്കില്ല. ലൈറ്റ് കോടയും കൂടി ഉണ്ടെങ്കിണ്ടല്ലോ, ഹെവി ആയിട്ട് വന്നോട്ടെ. എന്റെ കോട്ടുണ്ട്, കാണിക്കാനൊരു അവസരം തരൂ. ഞാൻ എന്താ നിങ്ങൾക്ക് ഒറ്റടിക്ക് കാണിച്ചു തരാട്ടോ. ഒരുപാട് എനിക്കിപ്പോ കാണണ്ട നാപ്പാണ്. ഓരോരുത്തർക്ക് ചാൻസ് ആദ്യം തന്നെ കല്ലുകടിക്കണ്ടല്ലോ, അവസാനം കടിക്കോ. നമ്മുടെ ഗ്രൂപ്പിൽ നല്ലൊരു ഗായകനുണ്ട്, ഞാൻ തന്നെ. അപ്പൊ അടിപൊളി പാട്ട്. നല്ല ചന്തമായിട്ടുണ്ട്. ഇതൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, ഇതാണ് കാണേണ്ടത്. കോട എന്താ ഭംഗി. ആ കോട ഇറങ്ങി തഴുകി വരുന്ന നോക്ക്, മലേനെ അങ്ങനെ തഴുകി. ഞാൻ ഇറങ്ങിയ റെഡുമായി. നമ്മൾ വാൽപ്പാറയില് ഒരു വാട്ടർഫാളിന്റെ അടുത്ത് നിൽക്കുകയാണ്. എന്താ വ്യൂ നോക്ക്, സെറ്റപ്പ് പറഞ്ഞ സെറ്റപ്പ്. ക്ലൈമറ്റ് ആണ് അതിന്റെ ഭംഗി. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ട് നിന്ന് സെൽഫി പോയിന്റ്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ ഭംഗിയുണ്ട. നമ്മുടെ ടീമുകൾ അവിടെ കുറച്ച് തേൻ വെക്കുന്നുണ്ട്. ഒരാൾ വന്നു, ബസ് പോട്ടെ. അവിടെ തേന് വെക്കുന്നുണ്ട്, തേന് മേടിക്കാട്ടാ. നല്ല ഇറക്കാ. എവളോ ബോട്ടില് ടെസ്റ്റിങ്ങാ? தண்ணியில கரைஞ்சிருக்குண்ணா, ஒரிஜினல் அப்படியே அடியில பண்ணிக்கணும். சரி, டாப் போல கறியாது, அப்படியே அடியில பண்ணிக்கணும். நூல் போல இறங்குங்க. ഇത് കലങ്ങൂല? ஏன் கலங்காது, കലങ്ങാത്. ஏன் கலங்காது, അതാണ് ഒറിജിനൽ അല്ലേ? சரி. தண்ணியில கரைஞ்சிட்டு வெள்ளம் குச்சம் மதம் அடிக்காதுண்ணா. ഓ, கேரளாங்களா நீங்க? കേരള. அது காட்டு வெள்ளம், வெள்ளம் குடிச்சோம். வெள்ளம் വേണേ കുടിച്ചാൽ മതി, വേണേ കുടിച്ചാൽ റിസ്ക് എടുക്കണ്ട, വേണ്ട വിട്ടാര്. காட்டு வெள்ளம்ண்ணா പരവായില്ല. എவ்வளോ റേറ്റ് അത്? லிட்டர் 550. 550? 1 கிலோ வெயிட். ശരി, എന്താ ഭംഗി നോക്ക്.
സെൽഫി പോയിന്റ് ആണ്. ഇവിടെ ഫോട്ടോ പോസ്റ്റിലാണ് ചന്ത. പിന്നെന്താണ് അപ്പൊ തേന് നമ്മള് വേണ്ട, തേന് പിന്നെ നോക്കാം. തണുപ്പ് വരുന്നേ, തണുപ്പ് വരുന്നേ. നീ ഇങ്ങോട്ട് നോക്കണ്ടടാ. നല്ല തേയിലത്തോട്ടത്തിന്റെ നടുവിൽ നിന്നിട്ട് ഫ്രഷ് തേയില ഉണ്ടാക്കിയ അടിപൊളി ചായ. നല്ല ടേസ്റ്റ്. ഇതിന്റെ ചായക്ക് പ്രത്യേകം കുറച്ചാണെങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റാണ് അല്ലേ അജി? അതേപോലെ കോഫി ആണെങ്കിലും അത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പക്ഷെ ഒരു ഈ ക്ലൈമറ്റിൽ ഇങ്ങനെ കുടിക്കാണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. പലപ്പോഴും ഇപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 9 മണി ഇവിടെ എത്തുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു മൈൽഡ് കൂളിംഗ് ഉണ്ട്. കോടകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല വ്യൂ പോയിന്റ് ആണ്. നല്ല നല്ല രസമുണ്ട് കാണാൻ. വീഡിയോ നീമ്പാ വിട്ടോ ഞാൻ വരാം. ഹട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. എന്റെ പേരൊന്നും എനിക്കറിയില്ല. പുല്ലിങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടുകളിലൊക്കെ ഇത് പരീക്ഷിക്കാൻ പറ്റിയതാണ്. മെഡിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ടില് ബേക്കറികളുടെ മെഡിക്കൽ ഷോപ്പൊക്കെ മാറ്റിട്ട് ഇതേമാതിരി ആക്കിയോളൂ. പക്ഷെ നമുക്കൊരു തണുപ്പ് കിട്ടുന്ന പോകുമ്പോ നല്ല വൈബാണ്. നമ്മുടെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ചിലപ്പോ ഇങ്ങനെ ഒരു സുഖം കിട്ടണമെന്നില്ല. അടുത്ത സ്റ്റിക്കർ ഉണ്ടാക്കണം. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് ടോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളല്ലേ ഫ്രണ്ടിൽ നിൽക്കണം. അത് പറയും. അതിലൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. ഇനി രണ്ടുപേരും ഈ പാട്ടിന് പ്രത്യേകത എന്താ വെച്ചാല് ആകെ 2 വരിയാണ് ഉള്ളത്. അതിന് 4 വരിയായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ 4 വരി ആക്കിയിട്ടുണ്ട്. തമിഴ് പാട്ടും കൂടി ഇനി ഒരു പാട്ടും കൂടി പാടണമെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പാടാം? തമിഴ് പാടിയാ മതി. പാണ്ടി ചീമയിലെ തേരോടും വീതിയിലെ മാൻ പോലെ വന്നവനെ യാരടിച്ചാരോ യാരടിച്ചാരോ വളരും പിറയെ തേയാതെ ഇനിയോ അഴുത് തേമ്പാതെ അഴുതാ മനത് താങ്കാതെ തെൻപാണ്ടി ചീമയിലെ തേനോടും വീതിയിലെ മാൻ പോലെ വന്നവനെ യാരടിച്ചാരോ യാരടിച്ചാരോ. അങ്ങനെ രണ്ട് പാട്ട് രണ്ട് കാല് മുറിച്ച് തവളയെ ചൂടുവെള്ളത്തിലിട്ടാൽ തവളക്ക് ചേട് കേൾക്കില്ല എന്ന് കണ്ടു. പെരിയ ആള് നീങ്ക ഇവളോ പെരിയ ആളാ. ഫിറോസ് പാടണം. ഫിറോസ് പാടിയ ഫിറോസിന്റെ തവളെ പിടിച്ച് വെള്ളത്തിലിട്ട് എനിക്ക് എന്തായാലും പറ്റിയില്ല. അത് മുങ്ങിച്ചാകാനുള്ള അങ്ങനെ പാടി ലീണെന്ന്. மாங்குயிலே பூங்குயிலே செய்தி ஒண்ணு கேளு, ஒண்ணு மாலையிட தேடி வரும் நாளு எந்த நாளு. மாங்குயிலே பூங்குயிலே செய்தி ஒண்ணு கேளு, ஒண்ணு மாலையிட தேடி வரும் நாளு எந்த நாளு. முத்து முத்து கண்ணாலே நான் சுத்தி வந்தேன் பின்னாலே. மாங்குயிலே பூங்குயிலே சேதி ஒண்ணு கேளு, ஒண்ணு மாலையிட தேடி வரும் நாளு எந்த நாளு. ആ ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ.
ലയങ്ങൾ. അപ്പം നമ്മൾ അടുത്തത് ഈ തലനാർ വ്യൂ പോയിന്റിലേക്കാണ് പോകണം കേട്ടോ. നമ്മൾ ഇവിടുന്ന് യു ടേൺ അടിച്ചിട്ട് ഈ വഴിക്ക് ഇങ്ങനെ പോകണം. ആ കാണുന്ന സ്ഥലമില്ലേ, അവിടെയാണ് ആ കാറ് പോകണം കേട്ടോ. അതിലാണ് തലനാർ. അപ്പോൾ ജസ്റ്റ് അവിടുത്തെ നല്ല വ്യൂ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയി നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ എന്താ സ്ഥലത്തിന് പേര്? തലപ്പാറയാ. ആ, തലപ്പാറ കാണാൻ പോവാണ് കേട്ടോ. തലനാര് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റില് ക്യാഷ് കൊടുക്കണം. നമ്മൾ തലപ്പാറി എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. അവിടെ നമ്മുടെ വണ്ടി അവിടെ ആളിറങ്ങി. ഒരു വണ്ടിക്ക് 200 രൂപയാണ്. അതേപോലെ ഒരാൾക്ക് 100 രൂപയാണ്. ആ, തലനാര്. ഫിറോസ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. എന്തായാവേ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നുണ്ടാവും. എടുത്താ കാറിനൊന്ന് ആൾക്കൊന്ന്. അങ്ങനെയാണ്. കാറിന് 100, ആൾക്ക് 100. അപ്പൊ ഞങ്ങളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് തുറന്നു തന്നിട്ടുണ്ട്. നീ അടക്കണ്ട നീ വന്നോ അണ്ണാ. എന്താണ് പോണ്ടേ? അതെ, തലനാരിക്ക് പോവാ. അടിപൊളി വ്യൂ പോയിന്റ് ആണെന്നാ പറയുന്നത്. നമ്മൾ പോയി നോക്കിയിട്ട് വരിക. കോട വരുമ്പോഴേക്കും പോവാ. അതാണ് വണ്ടർല പോവാ പറഞ്ഞു. ഇത് നമ്മള് തലനാരി പോകുന്ന വഴിയിലുള്ള വാച്ച് ടവറാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം, അങ്ങനെ വരിക. ഇത് വന്നതിനകത്ത് കയറി വാ ഇതിനകത്ത് കയറിയ ഇങ്ങനെ 360 ഡിഗ്രിയിലെല്ലാം നമുക്ക് ഇവിടുന്ന് വാച്ച് ചെയ്യാം. ഫിറോസ് എന്റെ ഒപ്പം വന്നോട്ടെ ക്യാമറ. നന്നായിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് അല്ല അതാ വരും കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഹീറോ വന്നിട്ടാറ് രംഗണ്ണ വന്നിട്ടാ. എന്താലെങ്കെ എന്താ റെഡ് പയ്യനെങ്കെ കോട്ട് മുതലായില്ലേ എടുത്തത്? ആ യെസ്, ഡാം. നല്ല കാറ്റുണ്ട് അല്ലേ? എന്താ കാറ്റ്! നല്ല കാറ്റാണ്. നല്ല തണുത്ത കാറ്റ്. നല്ല തണുത്ത കാറ്റ്. ഫുൾ ടൈം കാറ്റുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട്. കോട ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കോട വരുമ്പോ കുറച്ചും കൂടി എല്ലാവരും ഓടിക്കോളി. കോട വരുമ്പോ എല്ലാവരും ഓടിക്കോളി. നല്ല തണുത്ത കാറ്റ് ക്യാമറ എടുക്കുമ്പോ എന്റെ കാറിന് വെച്ച് എക്സ്പ്ലോർ ചെയ്യണം. പറയണ്ടത്ര അവിടെ ക്യാമറ വെച്ചോണ്ട് പോട്ടെ. ഇടവും വലവും ഞാൻ തന്നെ അല്ലേ. വീഡിയോ എടുക്കാൻ പറ്റാ. നമ്മള് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് നമ്മൾ 700 കൊടുത്തിട്ടുണ്ട്. പറഞ്ഞല്ലോ. എത്ര പ്രാവശ്യം പറയുന്നു. പക്ഷെ അത് കൊടുത്താലും മുതലുണ്ട്. ഞങ്ങൾ വരുമ്പോ കൊടുക്കണോ വരണേന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് സൂപ്പറാണ്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണോ അതോ അല്ലയെന്നുള്ളതൊന്നും അറിയില്ല. നല്ല സൂപ്പറായിട്ട് നമ്മള് ആ ഓണാണ് 2:58 2:50 ലോഡുണ്ട്. അത് കട്ട് ചെയ്തപ്പോ
എന്നെ എടുത്തിട്ടില്ല. നിങ്ങളല്ലേ ഫസ്റ്റ് വരുമ്പോ സ്ലോ മോഷനിൽ എടുത്തത്. എടുത്തിട്ടുണ്ടോ? മിക്കവാറും ഒക്കെ കട്ട് ചെയ്യും. റെഡി റെഡി ഒരു മിനിറ്റ്, എനിക്ക് അധികം നിൽക്കാൻ പറ്റില്ല. റെഡി എടുത്തു. സ്ലോ ആണ്, സ്ലോ അല്ല. കേറിക്കോ കേറിക്കോ. प्यार ये जाने कैसा है, क्या कहे ये कुछ ऐसा है, कभी दर्द ये देता है, कभी चैन ये देता है, कभी हम देता है, कभी खुशी देता है. അനുപല്ലവി खुशी खुशी खुशी. അനുപല്ലവി അനുപല്ലവി എനിക്ക് ചൊല്ലി കൊടുക്കലയ്യാ. അപ്പയ്യാ. അങ്ങനെ നമ്മുടെ ഫിറോസ് ചോളം മേടിച്ചിട്ട് വരുന്നുണ്ട് സുഹൃത്തുക്കളെ. സുഡു സുഡാ സോളം നല്ല ഇറക്കാ പീസാക്കല്ലേ. അയ്യോ അതെനിക്ക് വേണ്ട. കഴുകിട്ടെടുത്താ മതി, കഴുകിട്ടെടുത്താ മതി. സ്വീറ്റ് കോൺ ആണ് இந்த மாதிரி നല്ല ചൂടുള്ള ചോളവും നല്ല ആംബിയൻസിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ച സ്വീറ്റ് കോണോ നല്ല ടേസ്റ്റ് നല്ലതാണ്. പക്ഷെ മുളക് പൊടി ഇടുന്നില്ല അല്ലേ? മുളക് പൊടി വേണ്ട, ഉപ്പും വേണ്ടിയിട്ടില്ല. നമ്മള് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് വന്ന് വാൽപ്പാറ. വാൽപ്പാറ. ഓക്കെ, വാൽപ്പാറ വ്യൂ പോയിന്റ് ആ സൈഡ്. ഇതെന്തായിരുന്നു? നമ്മൾ കാപ്പി കുടിക്കാൻ, ചായ കുടിക്കാൻ പോവുകയാണ്. അതിൻ്റെ അപ്പുറത്ത് നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഗ്രൗണ്ടിൽ ടൂർണമെൻ്റ് ഒന്നും നടക്കുന്നുണ്ട്, നമുക്ക് പോയി കാണാം. ആ വണ്ടി ലോക്ക് ചെയ്ത് വിട്. ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. എങ്കേ പ്രാക്ടീസൊക്കെ ആണ്. എത്ര കൂളിംഗ് ഗ്ലാസ്? 2. ഇനി ഒന്നും കൂടി ഇടായിരുന്നില്ലേ? കളി എന്തായി? തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്താ? നല്ല ചായയും കുടിച്ച് ടൂർണമെന്റ് കണ്ട് വാൽപ്പാറ എക്സ്പ്ലോർ. ആര് ഈ ആറ്റിനൊക്കെ ഞാൻ എടുത്തായി. നല്ല ലൈറ്റ് ആയിട്ടുള്ള മഴയുണ്ട് കേട്ടോ. മഴയത്ത് നല്ല കോട വിരിഞ്ഞ സ്ഥലത്ത് ഫുട്ബോൾ കളി. എന്താ വൈബ് അല്ലേ? നല്ല രസമുണ്ടാവും. കാണികളൊക്കെ ഉണ്ട് അത്യാവശ്യം കാണാൻ. വെള്ളം ഉണ്ടല്ലോ, വെള്ളം കമ്മിയാണ്. നമ്മളങ്ങനെ ഷോളയാർ ഡാമിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷോളയാർ ഡാമിലെ വെള്ളമൊന്നുമില്ല, വെള്ളം വളരെ കമ്മിയാണ്, കുറച്ചേ ഉള്ളൂ. എന്താ അല്ലേ, വളരെ വളരെ കമ്മി. ബ്ലോക്കിൽപ്പെട്ടു സുഹൃത്തുക്കളെ, ബ്ലോക്കിൽപ്പെട്ടു. വലിയ ബ്ലോക്ക്. മലക്കപ്പാറ ടു എവിടെയാണ് നമ്മൾ? അതിരപ്പള്ളി റൂട്ട് ഫുൾ ബ്ലോക്ക്. എല്ലാ വണ്ടികളും ബ്ലോക്കാണ്. ഈ വഴി വന്നവരൊക്കെ പെട്ടിട്ടിരിക്കുകയാണ്. 4 കിലോമീറ്റർ ബ്ലോക്ക്. ചില്ലറയില്ല, 4 കിലോമീറ്റർ. കുട്ടി മക്കളൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ്, പാട്ടും കേട്ട്. തിരിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ സ്ഥലവും ഇല്ല, ആകെ ചെറിയ റോഡും അല്ലേ? ഇപ്പം എന്താ ചെയ്യാൻ നമ്മളോ? നീ ബ്ലോക്ക് വൈബ് 2 മുമ്പിൽ പോകുന്നുണ്ട്, തല്ലാൻ പോണ പോലെ പോകണം. അവർ പോയിട്ട് എന്ത് ചെയ്യും? എത്ര കിലോമീറ്റർ ഉണ്ട് പറഞ്ഞ?
പോയില്ലല്ലോ അല്ലേ? ഫുൾ ബ്ലോക്ക് മച്ചാ, ഫുൾ ബ്ലോക്ക്. ചെറിയ റോഡാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെറിയ റോഡിൽ രണ്ട് സൈഡും വണ്ടികൾ വരികയല്ലേ, അത് വലിയ വലിയ ബസ്സുകളുണ്ട്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവിടുത്തെ അല്ല, സൈഡ് ചേർന്നോ. എവിടെ പോയാലും ബ്ലോക്കുകൾ ക്ലിയർ ചെയ്യാൻ നമ്മുടെ സിറാജിന് മുമ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ സത്യം. അറ്റാക്ക്. റെഡി. ചേർന്ന് പോട്ടെ. ട്രാവലർ പോട്ടെ, അങ്ങനെ പോട്ടെ, പൊയ്ക്കോട്ടെ. ഗ്യാപ്പുണ്ട്, പൊയ്ക്കോ. മതി അനെ പോട്ടെ. ഇറക്കണ്ട. സൈഡ് കൂടെ അങ്ങനെ പോട്ടെ, അതേപോലെ പോട്ടെ. കഴിഞ്ഞ ആ ബസ്സിനെ കടത്തി വിട്. നീ തന്നെ പോയി കടത്തി വിട്. അത് നമ്മൾ പോയില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൊളാവും. ഇല്ലല്ല, ആ ഗ്യാപ്പ് ഉണ്ട് അവിടെ. അട്ടകാരൻ്റെ കാലിൽ അട്ടകാരൻ്റെ നോക്ക്. ഇപ്പോഴാണ് മുതലായത്. ഏത് വണ്ടി പറയത് സ്ഥലം? ഇത് നമ്മള് മലക്കപ്പാറയുടെയും ആതിരപ്പള്ളിയുടെ ഇടയിലൊരു വ്യൂ പോയിന്റ് കറക്റ്റ് ആയിട്ട് പ്ലേസ് അറിയുന്നില്ല. നല്ല മഴ, ലൈറ്റ് ആയിട്ടുള്ള മഴയുണ്ട്. നമുക്ക് ആതിരപ്പള്ളിയിലേക്ക് ഏതാണ്ട് 38 കിലോമീറ്ററുടെയും മലക്കപ്പാറയുടെയും ഇടയിലുള്ള ഒരു കോടമഞ്ഞ് കെട്ടി നിൽക്കുന്ന കൊടുവായൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കൊടുവായൂര. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ബാക്ക് കാണാൻ. നിന്നെയല്ല, ബാക്ക് കാണാൻ നല്ല രസം. ബാക്ക്ഗ്രൗണ്ട് മാത്രം നോക്കണ്ട. കോട നിറഞ്ഞ് കവിഞ്ഞ് നിക്കുന്നുണ്ട്. വേണ്ട അങ്ങട്. ഇനി അതിരപ്പള്ളിക്ക് വെറും 40 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇല്ല, ഇനി 40 കിലോമീറ്റർ. നമ്മളിനി ആതിരപ്പള്ളി പോയാലും നമ്മൾ ഇനി ആദ്യം എത്തിച്ചേർന്നത് 32 കിലോമീറ്റർ കഴിഞ്ഞാൽ വാഴച്ചാൽ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടുതരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു 38 കിലോമീറ്റർ കഴിഞ്ഞാൽ അതിരപ്പള്ളി നമ്മളവിടെ ഏറെക്കുറെ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷോളയാർ അതല്ലേ, എന്താണ് ചാലക്കുടി പുഴയുടെ വൃഷ്ടി പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൂരമൊന്നും കാണുന്നില്ല. അത്യാവശ്യം ഫാമിലിയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ. മോനെ ക്ലൈമറ്റ് പൊളി വൈബ്. ആരൊക്കെയായിട്ട് സുഖമുള്ള ഫാമിലിയാണ്, അതുകൊണ്ട് പേടിക്കാൻ. ഞാനെവിടെ കാണുന്നില്ല, അതിന്റെ അടിയിലുണ്ടല്ലേ. അവിടെ ഉണ്ട് മോനെ. കുട്ടിയാനതാ അവിടെ. ആ മുള തന്നെയാണ് അല്ലേ. അവിടെ അടുത്തതാ വിട്ട അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ കണ്ട്. ആന നിങ്ങൾ ഈ ചെരുവിൽ എങ്ങനെ കറക്റ്റായി നിൽക്കുന്നത്, അതാണ് ഞാൻ നോക്കുന്നത്. വേണ്ട പോയിക്കോ, വേണ്ട നിർത്തി ഇറങ്ങാൻ പാടില്ല. ഇവിടെ വേണ്ട മൂട് പശ്ചാത്തലത്തിൽ ഞാൻ ചാർപ്പയാണ്. എന്താ കൺവേർട്ട് ചെയ്തായിരിക്കും.
ബീഫ് അങ്ങനെ ഉണ്ട്. കഴിച്ചു നോക്ക്.